അതായത് ഇതിൻ്റെ ഉള്ളിലെല്ലാം 3-4 അറകളാണ്. വെള്ളം കയറി ഇൻ കേസ് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് താഴുകയോ ചെയ്യൂല. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ മെനു തന്നാൽ മതി. അതെ, മെനു തന്നാൽ കംപ്ലീറ്റ്. അതായത് നമ്മളൊരു ഇവന്റ് ഹബ്ബായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മേലെ ഹാളിനോട് ചേർന്നിട്ട് തന്നെയുള്ള ഒരു വാഷ് ഏരിയ ആണ് ഇത്. ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലോറിൽ തന്നെ വാഷ് ബേസും കാര്യങ്ങളും അതുപോലെ തന്നെ അറിഞ്ഞു വരുമ്പോൾ ശരിക്കും ഒരു കുട്ടനാട് പോകുന്ന ഒരേ സംഭവം തന്നെ. തീർച്ചയായും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കോഴിക്കോടിൻ്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന സ്ഥലത്തെ പരിചയപ്പെടുത്തി, അതായത് അകലാപ്പുഴ. അകലാപ്പുഴയിൽ പ്രത്യേകിച്ച് പലതരത്തിലുള്ള ബോട്ട് സർവീസസ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് മരക്കാർ ബോട്ടിൻ്റെ സർവീസും കാര്യങ്ങളും പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടു അല്ലേ വീഡിയോയിലൂടെ. ഷിക്കാര ബോട്ടായിരുന്നു. ഇന്നും ഞങ്ങൾ അതേ സ്ഥലത്താണുള്ളത്. പക്ഷേ നമ്മളൊരു പുതിയ ഹൗസ് ബോട്ട് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒരു റോയൽ ക്രൂയിസ് എന്നാണ് ഹൗസ് ബോട്ടിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ സർവീസസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ വെൽക്കം ടു റോയൽ ക്രൂയിസ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇവർ ചെറിയൊരു യാത്ര നടത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണയിൽ ഇത് കോഴിക്കോടിൻ്റെ കുട്ടനാടാണ് പല ആവർത്തി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ യാത്രയിലൂടെ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ, പുറം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇത് കോഴിക്കോടിൻ്റെ കുട്ടനാട് പോലെ ഉണ്ടോ അല്ലേ, കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് കുറച്ച് ദൂരമൊക്കെ ഒന്ന് പോയിട്ട് പുറത്തേക്ക് എങ്ങനെ ഔട്ടർ വ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒന്ന് കാണാം. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു യാത്ര അല്ലേ, ഹൗസ് ബോട്ടിൽ. നമ്മൾ ഷിക്കാര ബോട്ട് പോയിട്ടുണ്ട് മുമ്പ്, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ബോട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഇന്റീരിയറൊക്കെ ആയിട്ടുള്ള ഒരു ഹൗസ് ബോട്ടിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ ഔട്ട് സൈഡ് വ്യൂ ഒക്കെ കാണിക്കാം നമുക്ക്. അപ്പോൾ ശരിക്കും നിങ്ങൾ പറയും അപ്പോൾ ഇതൊരു കുട്ടനാടാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പം ഞങ്ങൾ രണ്ടാമത്തെ നിലയിലാണുള്ളത്. അത് ബേസ് ഫ്ലോറിൽ നിന്ന് മേലെ വന്നതാണ്. അപ്പോൾ കൂടുതൽ താഴത്തുനിന്ന് കാണുന്നതിനേക്കാളും നല്ല ഭംഗിയിൽ പുറം കാഴ്ച കാണുന്നതുകൊണ്ട് മേലോട്ടേക്ക് വന്നതാണ്. താഴത്തെ കാഴ്ച പോരായിട്ട് അല്ലേ, കുറച്ചുകൂടെ കാഴ്ച വേണം, അതുകൊണ്ട് മുകളിൽ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഔട്ട് സൈഡ് വ്യൂ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു. അതെ. ഒരുപാട് ദേശാടന പക്ഷികളെയൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. കണ്ടൽക്കാടുകളുണ്ട് ഒരുപാട്. നല്ല അടിപൊളി പ്രകൃതി അല്ലേ. തീർച്ചയായിട്ടും. ഇതാണ് അകലാപ്പുഴയിലെ ഓർഗാനിക് ഐലൻഡ്. ഇവിടെ ഒരു ഹോട്ടലും അല്ലേ, റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഹാളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തായിട്ട്. തെങ്ങിൻതോപ്പും പിന്നെ കണ്ടൽക്കാടും ഒക്കെ ഉള്ള ഒരു ഐലൻഡാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ സ്ഥലത്ത് ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി ടൊവിനോ തോമസിൻ്റെ തീവണ്ടി എന്ന ഫിലിം ഷൂട്ട് ചെയ്ത ആ ഐലൻഡാണ് നിങ്ങൾ കാണുന്നത്. അതെ, ഒരുപാട് പക്ഷികളും ദേശാടന കിളികളൊക്കെ വരുന്നൊരു സ്ഥലമാണിത്, അകലാപ്പുഴയിലെ ഓർഗാനിക് ഐലൻഡ്. ആരോണേ ഇവിടെ നോക്ക്, എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ചിന്നു എങ്ങനെയുണ്ട് യാത്ര? ചുറ്റിലും പച്ചപ്പല്ലേ. അതെ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കൊന്നും വേണ്ട, നമുക്ക് ബാലൻസ് ഒന്നും പോയില്ലെന്നാണ് അവർ പറഞ്ഞത്. 100 പേരൊക്കെ കയറിയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു സ്ഥലമാണിത് അല്ലേ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ബാലൻസ് ഒന്നും പോകണ്ട, പിടിക്കൊന്നും വേണ്ട. ഇതാണ് ഇതിൻ്റെ കോക്പിറ്റ്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ. ഇവിടെ സ്റ്റിയറിംഗ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഗിയറും കാര്യങ്ങളൊക്കെ ഇത് എവിടെയാണ്, ആ ഭാഗത്ത് കാണുന്നതാണ് ഗിയർ. അതിന് ബാക്ക്, ന്യൂട്രൽ, പിന്നെ ഫോർവേഡുമാണ് കാണുന്നത്. ഈ സൈഡിലാണ് ഇതാണ് ആക്സലേറ്റർ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കൺട്രോളിങ്ങും. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡ്, വണ്ടികളിലൊക്കെ കാണുന്ന പോലെ ചെറിയ ഡാഷ്ബോർഡൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഹൗസ് ബോട്ടൊക്കെ എങ്ങനെയായിരിക്കും, കൺസ്ട്രക്ഷനൊക്കെ എങ്ങനെ നടക്കും? ഇപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ ഇവിടെയുള്ള എല്ലാ ബോട്ടുകളും പിന്നെ ഇവിടുന്ന് തന്നെ പണിതാണ്. ഇവിടെ മരത്തിൻ്റെ ബോട്ടുകൾ ഒറ്റയില്ല. ഈ സേഫ്റ്റിൻ്റെ വിഷയം വരുന്നത് മരത്തിൻ്റെ ബോട്ടുകളിലാണ്. ഈ താനൂർ അപകടവും ഇതൊക്കെ വന്നതെല്ലാം ഈ സേഫ്റ്റി കുറഞ്ഞ ബോട്ടുകളാണല്ലോ. ഇവിടെ ഒക്കെ എല്ലാം പുതിയ ബോട്ടുകളാണ്. ഒരു 3 വർഷത്തിന് ശേഷമുള്ള ഇവിടുന്ന് തന്നെ പണിത ബോട്ടുകളാണ്. ആലപ്പുഴയുള്ള ഇതിൻ്റെ എൻജിനീയേഴ്സ് വന്ന് ഇവിടുന്ന് മേക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതെന്തായിരിക്കും പറ്റിയപ്പോൾ? മരമല്ല, ഇത് ഇരുമ്പാണ്. ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കുസാറ്റിലെ എൻജിനീയേഴ്സിൻ്റെ ഡ്രോയിങ്സ് വെച്ചിട്ടാണ് ചെയ്യുക. അതിൻ്റെ പെർമിഷനും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് പോർട്ട് ബേസിൽ നമ്മളിതിന് ആദ്യം പെർമിഷൻ എടുക്കണം. ഒരു പാസ് നമ്മൾ വീടെടുക്കുന്നില്ലേ, അതേപോലെ തന്നെ ഒരു പ്ലാന് കുസാറ്റിലെ എൻജിനീയേഴ്സിൻ്റെ പ്ലാൻ ഉണ്ട്. നമ്മളെ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള
ഒരു സാധനം വരച്ചു തരും. അതെ അതെ, അതല്ല അതിലും കൂടുതൽ സേഫ്റ്റി കാര്യങ്ങളും പിന്നെ ഇതിനോരോ റൂളും കാര്യങ്ങളുണ്ട്. ഇന്ന ഓരോ കണക്കുണ്ട് അതിൻ്റെ മെറ്റീരിയലും, അതായത് ഇതിൻ്റെ ഉള്ളിലെല്ലാം 3-4 അറകളാണ്. വെള്ളം കയറി ഇൻ കേസ് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് താഴുകയില്ല, ചെയ്യൂല. ഒന്ന് കയറിയിട്ടാണ് മറ്റിലേക്ക് കയറുക. അതുപോലെ അതിൻ്റെ കുറേ നമ്മളെ ഷിപ്പിലൊക്കെ ചെയ്യുന്ന സംഗതികൾ തന്നെ. അപ്പോൾ എത്ര ടൈം എടുക്കും ഒന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടി? നമ്മൾ ഒരുപാട് ബോട്ട്സ് സൈഡിലൊക്കെ കണ്ടു കൺസ്ട്രക്ഷൻ. ഇപ്പോൾ കാലാവസ്ഥ എല്ലാം നോക്കിയിട്ടാണ് കംപ്ലീറ്റ് ആയത്. കുറേ മഴയൊക്കെ ഇവിടുത്തെ പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളും ഇവിടെ ഇപ്പം 1.5-2 വർഷം എടുത്ത് പിന്നെ ഒരു ബോട്ട് കഴിയാൻ, ഈ ബോട്ടൊക്കെ കഴിയാൻ. അത് കൺസ്ട്രക്ഷൻ ടൈമിലുള്ള കുറച്ച് ഡിലേ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ എഞ്ചിനൊക്കെ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? എഞ്ചിൻ നമ്മളെ വോൾവോ പിന്നെ ആലൻഡ് ഏസറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എഞ്ചിനാണ് വരിക. 6 സിലിണ്ടർ 4 സിലിണ്ടർ എന്നിട്ടുള്ള വലിയ എഞ്ചിനാണ് വരുന്നത്. നമ്മൾ ലോറിയിലൊക്കെ ബസ്സിലും ലോറിയിലെല്ലാം വരുന്നുണ്ട്. ആ ടൈപ്പിലുള്ള മറൈൻ ടൈപ്പ് എഞ്ചിനാണ്, ഷിപ്പിനായിട്ടുള്ള മറൈൻ ടൈപ്പ് എഞ്ചിനീസ്. സംഭവം വെള്ളത്തിലായതുകൊണ്ട് ഒന്നുകൂടി എല്ലാ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കണല്ലേ? അതെ അതെ, തീർച്ചയായും. ഇവിടെ പ്രത്യേകിച്ച് പിന്നെ നമുക്കങ്ങനെ ഒരു പേടിക്കേണ്ട തരത്തിലില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്, ഓക്കെ. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം തന്നെ കായം കുറവാണ്. ഇപ്പം തന്നെ നോക്കി കാണാം, വെള്ളം ഇപ്പം വേലി ഇറക്കാണ്, വെള്ളം ശരിക്ക് കലങ്ങുന്നുണ്ട്. എന്ന് പറയുന്നത് പിന്നെ ഇവിടെ അടിയൊഴിക്കില്ല, കായം കുറവാണ്. പിന്നെ അതുപോലെ നമ്മൾ ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ അല്ല. മെയിനായിട്ട് ഒരു തടാകം പോലെ കെട്ടിക്കിടക്കുന്നൊരു സ്ഥലമാണ്. അകലെ പോയാണെങ്കിലും ഇതൊരു കായലാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് റോയൽ ക്രൂയിസിൻ്റെ ഉള്ളിലെ ഇന്റീരിയർ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ ചാർജസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങളുടെ കൂടെ ഈ റോയൽ ക്രൂയിസിൻ്റെ ഓണർ മുനീർ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇവിടെ എത്ര കാലമായിട്ട് തുടങ്ങിയത് ഇപ്പം നമ്മൾ സർവീസും കാര്യങ്ങളും? നമ്മൾ ഈ സ്പോട്ട് ഇപ്പം 1 മന്ത് ആവുന്നുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട്. 1 മന്ത് അല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മാസം മുമ്പേ വേറൊരു ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഹൗസ് ബോട്ട്, രണ്ടാമത്തെ ബോട്ടാണിത്. രണ്ടാമത്തെ ഹൗസ് ബോട്ട് അല്ലേ? ഈ അകലാപ്പുഴയിൽ രണ്ടാമത്തെ ഹൗസ് ബോട്ടാണ്, പുതിയതാണ്. അതൊരു 1 മന്തേ ആയിട്ടുള്ളൂ സർവീസ് തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ? കുഴപ്പമില്ല, നല്ല റെസ്പോൺസ് ആണ്. അത്യാവശ്യം ആളുകൾ ഓർഡറും ഇതെല്ലാം എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം പിന്നെ എക്സാമിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് കുറവാണ്, സീസണെല്ലാം വരുന്നതാണല്ലോ. അതെ അതെ, കൂടുതൽ ഉണ്ടാവും. കാരണം കൂടുതൽ ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നമ്മൾ ഈ അകലാപ്പുഴയെ പറ്റി തന്നെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അറിഞ്ഞു വരുമ്പോൾ ശരിക്കും ഒരു കുട്ടനാട് പോകുന്ന ഒരേ സംഭവം. അതെ, തീർച്ചയായും തീർച്ചയായും. വന്ന ആളുകളൊക്കെ നല്ല അഭിപ്രായമാണ്. പിന്നെ അത്രത്തോളം ലോങ്, ഈ മലബാറിലെ ആളുകൾ അത്രത്തോളം ലോങ് ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യുന്ന ടൈം നമുക്ക്. ഓക്കെ, അപ്പോൾ സാർ നമുക്ക് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഇപ്പൊ ഈ കാണുന്നത് നമ്മളെ ലിവിംഗ് ഏരിയ ആണ്. വീട്ടിലുള്ള ലിവിംഗ് ഏരിയ എന്താണ് അത് തന്നെ. അതായത് ഒരു സോഫ സെറ്റ് ഉണ്ട്, ടീപ്പോയി ഉണ്ട്, TV ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ്. ഒരു വീട് എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേ ഒരു ഇതിൽ തന്നെ ആയിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ കൂടുതൽ അങ്ങോട്ടേക്ക് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇത് 2 ബെഡ്റൂം സ്പോട്ടാണ്. ഫുള്ളി AC, 2 ബെഡ്റൂം. ഓക്കെ, അതായത് ബേസ് ഫ്ലോറിൽ തന്നെ ബെഡ്റൂംസ്. അതെ, 2 ബെഡ്റൂം ബേസ് ഫ്ലോറിൽ തന്നെ. ഇതാണ് ഇവിടുത്തെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഫസ്റ്റ് ബെഡ്റൂം. ഓക്കെ, നല്ല ക്യൂട്ടായിട്ടല്ലേ? അധികം ആർഭാടില്ല, പക്ഷെ എന്നാലും സിമ്പിൾ ആയിട്ടുള്ള. അല്ല, ഇതിന്റെ ചെയ്തില്ല ഞങ്ങൾ. ഓക്കെ, ബെഡ്ഷീറ്റ് ഒന്നും ഇട്ടില്ല. ബെഡ്ഷീറ്റ് ഇട്ടിട്ടില്ല. അറ്റാച്ച്ഡ് നമ്മളിപ്പോൾ ഒരു ഓട്ടം കഴിഞ്ഞുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു സർവീസ് കഴിഞ്ഞിട്ടെല്ലാം ക്ലീൻ ആക്കി വെച്ചതാണ് അവർ. ഇപ്പോൾ ബെഡ്റൂം AC ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ആയിട്ടുള്ളൊരു ബെഡ്റൂം. ഓക്കെ, എല്ലാ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട്, നമ്മളെ വീട്ടിൻ്റെ റൂമിലുള്ളത് പോലെ തന്നെ. ഇതാണ് ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഇതിപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിലാണ് ഉള്ളത്. നെക്സ്റ്റ് ബെഡ്റൂം, അതിന്റെ ഇടയിൽ നമുക്കിവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട് അല്ലേ? അതായത് 2 ബെഡ്റൂമിനും കൂടിയിട്ടുള്ളൊരു കോമൺ കോമൺ വാഷ് ഏരിയ. വാഷ് ബേസും ഓൾറെഡി ബാത്റൂമിൽ ഇതിലുണ്ട്, റൂമിലുണ്ട്. കൂടാണ്ട് പുറത്ത് ഒരു കോമൺ ആയിട്ടുള്ള വാഷ് ഏരിയ. നല്ലൊരു ഇന്റീരിയറിലല്ലേ? രണ്ടാമത്തത്. ഓക്കെ, ഇത് സെക്കൻഡ് ബെഡ്റൂം. സെയിം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് കിച്ചൺ ആണ്.
അപ്പൊ കിച്ചണിൽ ഇവിടെ വരുന്ന പാർട്ടി സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് പാർട്ടീസ് അവർക്ക് കുക്കിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം നമ്മൾ അത്യാവശ്യം അവർക്ക് വേണ്ട ഈ ലഘു ഐറ്റംസുകളെല്ലാം ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യും. ദിവസമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ആൾക്കാർ. നമ്മൾ ഇപ്പോൾ 2 ദിവസം 48 hours വരെ സ്റ്റേ ചെയ്ത് പോയിട്ടുണ്ട്. മാക്സിമം എത്ര ദിവസം കൊടുക്കും നിങ്ങളിപ്പോ കുറച്ച് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ? ഇപ്പോൾ അത് അവരെ ഇതനുസരിച്ച് നമ്മൾ പെർ ഡേ എന്നുള്ള റേറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ ടൈം എടുക്കുന്നവർക്ക് കൺസ്ട്രക്ഷൻ കൊടുക്കും. ഓക്കെ. അപ്പൊ ദൂരെ നിന്നൊക്കെ വന്ന് നിൽക്കുന്നവരാണെങ്കിൽ ഒരു 1 വീക്ക് ഹോട്ടലിൽ നിൽക്കുന്നത്, ഇവിടെ ഒരു ഹൗസ് ബോട്ടിലൊക്കെ നിൽക്കണമെങ്കിൽ അതുപോലെ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കും. ഓക്കെ, നല്ലൊരു കിച്ചൺ അല്ലേ? ഓക്കെ. നമ്മൾ കണ്ടത് ബെഡ്റൂംസും കിച്ചണും. അതെ, മേലാണ് നമുക്ക് ഹോള് വരുന്നത്. നമ്മൾ താഴെ കണ്ടത് ബെഡ്റൂമും കിച്ചണൊക്കെയാണ്. അപ്പോൾ സ്റ്റെയർകേസ് കയറി മേലെ വന്നാൽ നമ്മൾ എത്തുന്നത് ഹാളിലേക്കാണ്. ഓക്കെ, ഫുള്ളി എയർ കണ്ടീഷൻഡ് ഹാളാണ് കേട്ടോ അല്ലേ? എത്ര പേർക്ക് നമുക്ക് ഈ ഹാൾ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു 80 ആൾ വരെ. അതെ. ഓക്കെ. ബർത്ത്ഡേ പരിപാടി, പ്രോഗ്രാം, ക്ലാസ്സുകൾ അങ്ങനത്തെ എല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ. സ്റ്റേ മാത്രമല്ല, ഇപ്പൊ മാത്രം ഡേയിലെ ഓളായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ നൈറ്റ് റണ്ണിങ് ഉണ്ടാവില്ല, അല്ലാതെ ഒരു 10 മണി വരെ 11 മണി വരെയൊക്കെ ഇത് മീറ്റിംഗ് കാര്യങ്ങളിലായിട്ട് പ്രോഗ്രാം, ബർത്ത്ഡേ പരിപാടി അങ്ങനത്തെ ഐറ്റം ഇതെല്ലാം. അതായത് താഴത്തെ റൂംസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഹാള് മാത്രം ബുക്ക് ചെയ്യേണ്ടിക്കില്ല. നമ്മൾ റൂം അടക്കം ഓപ്പൺ ആക്കി കൊടുക്കലുണ്ട്. അതെ, റൂമിനായിട്ട് സെപ്പറേറ്റ് ബോട്ട് എടുക്കുമ്പോൾ പെർ അവർ റേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ റൂം അടക്കം അലോഡ് ചെയ്യുന്നുണ്ട്. ബോട്ട് ഫുള്ളി അലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ ബർത്ത്ഡേസും മീറ്റിംഗ്സ് അങ്ങനത്തെ മീറ്റിംഗ്സ് നമ്മൾ പെർ അവറാണ് റേറ്റ് വരുന്നത്. പിന്നെ 40 മുതൽ 50 വരെ മണിക്കൂറിന് 5 രൂപയാണ് വരുന്നത്, ചാർജ് വരുന്നത്. ഫുള്ളി AC. അതിപ്പം 80 വരെ ആണെങ്കിൽ 6 റുപ്യ വരും, 6000 പെർ അവർ. ഇപ്പം കൂടുതൽ ടൈം എടുക്കുമ്പോൾ അതിനനുസരിച്ച് കൺസെഷൻ ഉണ്ടാവും. നൈറ്റ് സ്റ്റേ മാത്രമാണെങ്കിൽ പെർ റൂം ഫുഡ് അടക്കം ഒരു ഫാമിലിക്ക് 10,000 ആവുക. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ഒരു 50 നമ്പേഴ്സ് ആൾക്കാർ, അതായത് പെർ ഹെഡ് 50 വരെ ആണെങ്കിൽ ഒരു മണിക്കൂറിലേക്ക്, അതായത് ഹാള് പ്ലസ് താഴത്തെ റൂംസ് കംപ്ലീറ്റ് ഈ ഒരു ബോട്ട് എടുക്കുമ്പോൾ അതെ ഒരു 1 അവറിന് 5,000 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 80 ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 6,000 റേഞ്ച് അല്ലേ, 6,000 റുപ്പീസ് ആണ് വരുന്നത്. അപ്പോൾ ചാർജസ് ഇപ്പം 1 അവർ എന്നുള്ള വിട്ട് നമുക്ക് ഒരു ഫുൾ ഡേ വേണമെന്നുള്ള ഫുൾ ഡേ അങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ എത്ര ആളുകളുടെ നമ്പറും കൂട്ടി നോക്കിയിട്ടാണ് റേറ്റ് വരിക. ഇപ്പം നമ്മൾ 2 ഫാമിലി എന്നുള്ള 2 ബെഡ്റൂമാണല്ലോ. അപ്പോൾ 2 ഫാമിലി എന്നുള്ള നിലക്ക് പിന്നെ ഈ പറഞ്ഞിട്ട് 2 ഫാമിലി ആണെങ്കിൽ 15 റുപ്യ സ്റ്റേ മാത്രം. വൈകുന്നേരം ഈവനിങ് 5 മണിക്ക് കയറി മോർണിംഗിൽ 10 മണിക്ക് ചെക്കൗട്ട്. അതിന് ഫുഡ് അടക്കമാണെങ്കിൽ 15 റേഞ്ച് വരും. പിന്നെ അഡീഷണൽ ആളുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് സെപ്പറേറ്റ് വരും. ഫുഡിന് നമ്മൾ പ്രത്യേകം ചാർജസ് കൊടുക്കണം അല്ലെ? ഇൻക്ലൂഡിങ് ഫുഡ് ഇതിൽ ഇൻക്ലൂഡ് അല്ല. ഫുഡ് നമ്മളിപ്പോൾ പെർ അവർ റേറ്റ് എടുക്കും ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് എക്സ്ട്രാ ആണ്, സെപ്പറേറ്റ് ആണ്. നിങ്ങളെ മെനു എന്താണോ അത് നമ്മൾ ചെയ്തു തരും, അതിൽ സെർവ് ചെയ്തു തരും. അതെ അതെ, നിങ്ങളെ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. മീൽസ്, സദ്യ, ബിരിയാണി, മന്തി. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ മെനു തന്നാൽ മതി. അതെ, മെനു തന്നാൽ കംപ്ലീറ്റ്. അതായത് നമ്മളൊരു ഇവന്റ് ഹബ്ബായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം എല്ലാ പ്രോഗ്രാം നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ ഇപ്പം ഫാമിലി മീറ്റിംഗ് ആണെങ്കിൽ പിന്നെ അവർക്ക് വേണ്ട എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഒരു 1 ഡേ പ്രോഗ്രാമായിട്ട് ഇതാക്കും. മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഇവർ തന്നെ ഫുൾ അല്ലേ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാവരും അവരെ ഇതനുസരിച്ചിട്ട് ഏതാണ് തീമും കാര്യങ്ങളും ചോദിച്ചിട്ട് അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യും. കേക്കും കാര്യങ്ങളും എല്ലാം A to Z. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കൈവീശി വന്നാൽ മതി. അതാണ്. ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നാണോ ഡേറ്റ് അത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കേക്ക് എങ്ങനെ വേണം, ഏത് ഡിസൈൻ വേണം, അല്ലെങ്കിൽ കേക്ക് നമ്മളെ ഒരു ബാക്ക്ഗ്രൗണ്ട് തീം എന്ത് വേണം, എന്തായാലും ഇവിടെ പറഞ്ഞാൽ മതി, റെഡി ആയിരിക്കും അല്ലേ? എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ പറയും? ഇപ്പൊ ബർത്ത്ഡേ ഇപ്പൊ കമ്മിങ് 24th ഒരു ബർത്ത്ഡേ വരുന്നുണ്ട്. ഇന്നിപ്പോ നമുക്ക് ശരിക്കും നാളത്തേക്ക്, അതായത് നിങ്ങൾക്കിപ്പം നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് പ്രോഗ്രാം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് നൈറ്റിന്റെ മുമ്പ് പറഞ്ഞാൽ മതി. ഒരു അത്ര ടൈമോ വേണ്ടോ? അത് ശരി.
ഓക്കെ, കുറേ ഇതൊന്നും വേണ്ട. വേണ്ട വേണ്ട. ഓക്കെ, നമ്മളാ ഫ്രീ ഉണ്ടെങ്കിൽ ബോട്ട് ഫ്രീ ആണെങ്കിൽ അത് ആ ഒരു ടൈം വേണ്ട. ബുക്കിംഗ് ഒന്നും ബുക്കിംഗ് ഇല്ലെങ്കിൽ ഓക്കെ, ബുക്കിംഗ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് തലേത് ദിവസം പറഞ്ഞാലും ഇവര് റെഡിയാണ്. ഓക്കെ, ഇപ്പൊ സീസൺ ടൈം ഒക്കെ ആകുമ്പോഴാണ് ബുക്കിംഗ് സമയത്തുള്ള പ്രശ്നം ഉണ്ടാവും. പാട്ടൊക്കെ പാടുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഈ മേലത്തെ ഈ ഹാളിലായാലും നമുക്കൊരു സ്ക്രീൻ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാട്ട് പാടാനൊക്കെ ഇപ്പൊ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ ആകുമ്പോൾ എന്തായാലും സംസാരിക്കേണ്ടി വരും, പാട്ടൊക്കെ പാട്ട് ഡാൻസും കരോക്കെ ഒക്കെ വേണ്ടി വരും. അപ്പൊ അതിനൊന്നും പേടി. ഇപ്പൊ കായലിലാണ് ബോട്ടിലാണ് വെച്ചിട്ട് അതൊന്നും നടക്കില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. എത്ര 100 പേരായാലും ഇവിടെ നിന്ന് തുള്ളിയാലും ഫുൾ സേഫ് ആണ്. അപ്പോൾ പാട്ടും കാര്യങ്ങളും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ? ഇത്രയും നാളെ എല്ലാവരും ഹാളിലും അവിടെ ഇവിടെയൊക്കെ ബുക്ക് ചെയ്തിട്ട് ബർത്ത്ഡേ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു കായലിന്റെ നടുവിൽ നല്ലൊരു വൈബിൽ നമുക്ക് ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഇനി ചേഞ്ച് ആയിട്ട് മാറ്റി പിടിക്കാം അല്ലേ? ഓക്കെ, ഇപ്പൊ ഇനിയിപ്പോ ഓണം വെക്കേഷൻ ഒക്കെ വരാൻ പോവാണല്ലോ. അപ്പൊ ആ സമയത്തായിരിക്കും കൂടുതൽ ആൾക്കാർ അല്ലെ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞാൽ നമ്മള് നോക്കുന്നത്. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മളിപ്പോ ഓണത്തിനും റൈഡ് വിത്ത് സദ്യ. അതെ, ഓണസദ്യ 1 hour റൈഡ്, അതേപോലെ തന്നെ ഓണസദ്യ ഇതിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പെർ ഹെഡ് 300 എന്നുള്ളതാണ്. അത് പെർ കപ്പിൾ ആകുമ്പോൾ 500, പെർ ഫാമിലി ആണെങ്കിൽ 1000, 5 മെമ്പർ വരെ 1000. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു പാക്കേജും ആണല്ലേ അത്. ഓണസദ്യ, കായൽ നടുവിൽ നിന്ന് ഒരു ഓണസദ്യ കഴിക്കുക, പിന്നെ ഒരു റൈഡ്. ഓക്കെ, അപ്പൊ മോൻ ഇവിടുന്ന് മൈക്കൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ, പാട്ടൊക്കെ പാടുമോന്ന്. ഒരു പാട്ട് പാടുന്നോ ഞാൻ? ഇപ്പൊ നീ പാട് റെഡിയാണോ? എന്നൊരു പാട്ട് പാടി നോക്കാം അല്ലേ നമുക്ക് കേട്ടാ? ഓക്കെ, പാടാറുണ്ട് പാട്ട്. നോക്കാലോ. അപ്പോൾ ആരോണ കുറേ നിർബന്ധിച്ചപ്പോൾ അവനൊരു പാട്ടൊക്കെ പാടി. ഒരു തമിഴ് പാട്ടാണ്, കാറ്റുമേലെ. ഏകദേശം എനിക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട് ആ പാട്ടാണ്, പക്ഷെ അല്പം സ്പീഡ് കൂടിപ്പോയില്ല ആരോണെ. ഇനി പാട്ട് പാടുമ്പോൾ അതിന് കുറച്ച് സ്ലോയിൽ പാടേണ്ട പാട്ടാണ്. എന്തായാലും ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ജിന്നക്ക് മനസ്സിലായിട്ടുണ്ട് ഏതാ പാട്ടെന്ന്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇനി സ്പീഡ് കുറച്ചിട്ട് പാടണം കേട്ടോ, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇതേപോലെ പാട്ടൊക്കെ പാടാനും ഡാൻസ് കളിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ? നല്ല അടിപൊളി ഹാൾ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ മേലെ ഹാളിനോട് ചേർന്നിട്ട് തന്നെയുള്ള ഒരു വാഷ് ഏരിയ ആണ് ഇത്. ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലോറിൽ തന്നെ വാഷ് ബേസും കാര്യങ്ങളും അതുപോലെ തന്നെ ബാത്റൂംസും ഇവിടെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബാത്റൂം ഉണ്ട്, അതുപോലെ തന്നെ 2 വാഷ് ഏരിയ ഒക്കെ ആയിട്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു അടിപൊളി ഫീൽ ആണല്ലേ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ. ശരിക്കും നമ്മളൊരു വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ഇതൊന്നും ഇല്ല. നമ്മുടെ സാധാരണ ഹോട്ടലിലെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ മുകളിലത്തെ ഹാളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോവാം, അതായത് പുറം കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിനുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് തുറന്നാൽ നമുക്ക് ഔട്ട് സൈഡ് ഇവിടെ നിന്നിട്ട് കായൽ കാഴ്ചകളും പുറം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ? ഹായ്. ഈ മുന്നിലൂടെയാണ് റോഡ് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ വന്ന റോഡാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോഴിക്കോട് കുട്ടനാട്ടുള്ള റോയൽ ക്രൂസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇൻറ്റീരിയറൊക്കെ കണ്ടു, അപ്പം യാത്രയൊക്കെ ചെയ്തു, പുറം കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവരല്ലേ, വരാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് മുനീറിൻ്റെ. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക, കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ കാര്യങ്ങളൊക്കെ, യാത്രയൊക്കെ? യെസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ തന്നെ നിങ്ങളും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അല്ലേ? ആലപ്പുഴ വരെ പോകാതെ ഇവിടെ അടുത്തുള്ള കുട്ടനാട്ടിലേക്ക് ഒന്ന് വന്നു നോക്കുക. അതെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ഇനിയും കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ അവരോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അല്ലേ, ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരെയും ഇനിയും കാണാം. ബൈ.